തിരുവനന്തപുരം തിരുവല്ലത്തെ ഷഹന എന്ന യുവതി ആത്മഹത്യ ചെയ്ത കേസാണ് പോലീസ് പെട്രോൾ ഇനി പരിശോധിക്കുന്നത്. സംഭവം നടന്ന് ഒരു മാസത്തിന് ശേഷം ഷഹനയുടെ ഭർത്താവ് നൌഫലിനെയും മാതാപിതാക്കളെയും തിരുവല്ലം പോലീസ് അറസ്റ്റ് ചെയ്തു. അന്വേഷണത്തിൽ പോലീസ് അടക്കം പ്രതിക്കൂട്ടിലായ കേസിൽ അറസ്റ്റ് വൈകുന്നതിൽ വ്യാപകമായ പ്രതിഷേധമുയർന്നിരുന്നു. പ്രതികളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമുണ്ടായി. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് പ്രതികളുടെ അറസ്റ്റ്. കണ്ടലയിൽ നിന്നാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. സംസ്ഥാനത്തിന് പുറത്തുൾപ്പെടെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. ഇതിനിടെ പ്രതികൾ കേരളത്തിലേക്ക് തിരിച്ചെത്തിയെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. ബംഗളൂരു, ഹൈദരാബാദ്, മധുര ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ പ്രതികൾ ഒളിവിൽ കഴിഞ്ഞിരുന്നതായി പോലീസ് പറയുന്നു. മധുരയിലൂടെ പ്രതികൾ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടു. ഷഹനയുടെ ഭർത്താവ് നൌഫലിനെയും മാതാവ് സുനിതയെയും മാത്രമാണ് ആദ്യഘട്ടത്തിൽ പ്രതി ചേർത്തത്. പിന്നീട് പിതാവ് നജീമിനെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. പോലീസിന് പിടി തരാതിരിക്കത്തക്ക രീതിയിലുള്ള എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ടുണ്ടായിരുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയോ മറ്റ് ട്രാൻസാക്ഷൻസ് നടത്തുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് വളരെ പ്രയാസകരമായിരുന്നു കണ്ട് എത്തുന്നതിനായിട്ട്. ഇപ്പോൾ 498 306 IPC പ്രകാരമുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ബാക്കിയുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിയതിനു ശേഷം ബാക്കി തീരുമാനിക്കും. ഒളിവിൽ പോയ പ്രതികളെ പിടികൂടാൻ വൈകിയത് വലിയ വിമർശനത്തിനും പ്രതിഷേധത്തിനും ഇടയാക്കിയിരുന്നു. കൊല്ലം കടക്കലിലെ ബന്ധുവീട്ടിൽ പ്രതികളുണ്ടെന്നറിഞ്ഞ് തിരുവല്ലം പോലീസ് അവിടെ എത്തിയെങ്കിലും പ്രതികൾ രക്ഷപ്പെട്ടിരുന്നു. ഇവരുടെ ബന്ധുവായ കടക്കൽ സ്റ്റേഷനിലെ പോലീസുകാരനാണ് വിവരം ചോർത്തി നൽകിയത്. ഇയാളെ പിന്നീട് സസ്പെൻഡ് ചെയ്തു. പ്രതികളെ തിരുവല്ലം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോഴും നാട്ടുകാരുടെയും യുവതിയുടെ ബന്ധുക്കളുടെയും വലിയ പ്രതിഷേധമുണ്ടായി. അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരുവനന്തപുരം.